ക്വസ്റ്റ്യൻ എന്ത് ജാസി ദുബായിൽ നിന്ന് നിങ്ങളുടെ വൈഫിന് ദുബായിൽ നിന്ന് പുറത്താക്കിയതാണ്. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയതാണ്. റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. പെൺവേഷം കെട്ടുന്ന പെണ്ണിനെ പോലെയാകുന്ന ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. ഓക്കെ, ഇവിടെ ആദ്യം പറയേണ്ട കാര്യം, ദുബായിൽ നിന്നും ജാസിയെ പുറത്താക്കിയത്, ഡീപ്പോർട്ട് ചെയ്തതാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഞാനത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അതിന്റെ കുറച്ച് വസ്തുതകൾ ഞാനൊരു വീഡിയോയിൽ പറയും ചെയ്തിട്ടുണ്ട്. അതായത് ട്രാൻസ് വുമൺ ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സിന് UAE വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നീ ആണാണോ പെണ്ണാണോ എന്നുള്ള കൃത്യമായ ഐഡന്റിറ്റി പ്രൂഫ് അവിടെ വെക്കുക തന്നെ വേണം. ജാസിക്ക് അതിന് കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ, ദുബായിൽ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവർ പെണ്ണല്ല, ആണാണ്. ആണായി നിൽക്കേണ്ടിടത്ത് പെൺവേഷം കെട്ടിക്കൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടിയത് അവിടെയുള്ള അധികാരികൾ അറിയുകയും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ജാസി നാട്ടിലെത്തിയിട്ടുള്ളത്. അവർക്ക് ഇനി തിരിച്ചു കയറണമെങ്കിൽ പെണ്ണായേ ഒക്കൂ, അല്ലെങ്കിൽ ആണാവുക തന്നെ വേണം. ഇതിൽ അവരെടുത്ത ചോയ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് പെണ്ണാവുന്നു എന്നുള്ളതാണ്. അത് അവരുടെ തീരുമാനമാണ്, അത് അങ്ങനെ തന്നെ പോകട്ടെ. നമുക്ക് എന്തായാലും ആ വീഡിയോന്റെ കുറച്ച് കഷ്ണങ്ങളൊന്ന് കാണാം. ക്വസ്റ്റ്യൻ എന്ത് ജാസി ദുബായിൽ നിന്ന് നിങ്ങളുടെ വൈഫിന് ദുബായിൽ നിന്ന് പുറത്താക്കിയതാണ് അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്തതാണ്. ഒരിക്കലല്ല. ജാസി ഇപ്പൊ ഒരുപാട് ലേഡീസ് ആയിട്ട് ഇവിടെ നടക്കാൻ തുടങ്ങി. ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ഇനി അവിടെ പോകുമ്പോൾ ചിലപ്പോൾ ആൾമാറാട്ടത്തിന് കേസാവും. ഇനി അങ്ങ് പോകുമ്പോൾ ആൾമാറാട്ടത്തിന് കേസാവുന്നില്ല. ഇനി നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അന്നൊക്കെ ആൾമാറാട്ടത്തിന് അവർക്ക് സിമ്പിൾ ആയിട്ട് കേസ് എടുക്കാം. ആരെങ്കിലും ഒരാൾ ഒരു പരാതിപ്പെട്ടാലും മാത്രം മതി. പെണ്ണാണെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചു എന്നൊക്കെ ഒരു നുണ കൊടുത്താൽ തന്നെ 8ന്റെ പണി കിട്ടും. അതാദ്യം മനസ്സിലാക്കുക. UAE-യിലാണ് ഈ പ്രശ്നമില്ലാത്തത്. എന്നാൽ സൗദി അറേബ്യയിൽ 2 ജെൻഡർക്കേ അനുമതിയുള്ളൂ, ആണോ പെണ്ണോ. അതെന്തുകൊണ്ട് സൗദി അറേബ്യയിൽ അങ്ങനെ ഒരു നിയമം? അതായത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ യാതൊരു സംശയവും വേണ്ട എന്ന് കൃത്യമായിട്ട് ഖുറാനിലുണ്ടല്ലോ അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പെണ്ണായി ജനിച്ചവൻ പെണ്ണായും ആണായി ജനിച്ചവൻ ആണായും തന്നെ തുടരണം എന്നുള്ള ഒരു കാര്യമുണ്ട്. സൗദി അറേബ്യയിൽ അങ്ങനെയുള്ള ആളുകളെ കാണാനേ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ UAE-യിൽ ഈ നിയമം ഇല്ല. LGBTQ-ന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല. പക്ഷെ അവര് കൃത്യമായി രേഖകൾ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അത്രേ ഉള്ളൂ. ആൾമാറാട്ടം. ഇപ്പൊ ഇത്രയും നാള് ഇവരവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ആൾമാറാട്ടം തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. സ്ത്രീയായി തിരിച്ചു പോകാനാണ് ആൾക്ക് ഇഷ്ടം എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നിന്ന് ലേഡീസിന്റെ പാസ്പോർട്ട് എടുത്തിട്ട് പോകേണ്ടി വരും. ഓക്കെ, ഇതിപ്പോ എത്ര ധൃതിയിൽ ഇവർ ചെയ്യാനുള്ള കാരണം എന്താവും? അത് തന്നെ പിടിച്ചു പുറത്താക്കും. അത്ര തന്നെ ആളുകൾ അവിടെ പരാതിപ്പെടും. നിരന്തരമായിട്ട് അവർക്കെതിരെ ഇത്തരം കാര്യങ്ങൾ ആളുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അത് അധികാരികളുടെ അടുത്തേക്ക് എത്തുക തന്നെ ചെയ്യും. അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് 8ന്റെ പണി കിട്ടും. അത്ര തന്നെ, വേറെ എന്താ അല്ലെ. എന്തായാലും അതിനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയല്ലോ. കൃത്യമായ ഡോക്യുമെന്റ്സുമായിട്ട് അവർക്ക് പോകാം. ആദ്യം ഇവിടെ സർജറി, അതേപോലെ ട്രീറ്റ്മെന്റ്, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ആധാർ കാർഡിൽ മാറ്റം വരുത്തണം. അതേപോലെ തന്നെ എല്ലാ സർട്ടിഫിക്കേഷനുകളും മാറ്റം വരുത്തണം. അവർക്ക് ട്രാൻസ് വുമൺ എന്ന ഒരു ഐഡന്റിറ്റി അവർക്ക് എഴുതി കൊടുക്കണം. അപ്പോഴും ട്രാൻസ് വുമൺ എന്ന ഒരു കാര്യം മാത്രമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. സ്ത്രീ എന്ന പൂർണ്ണതയിലേക്ക് എത്തുന്ന വാക്ക് അവർക്ക് കിട്ടില്ല. പക്ഷെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ട്രാൻസ് വുമൺ എന്ന് പറയുന്ന ഒരുപാട് ആണുങ്ങൾ പെൺവേഷം കെട്ടി നടക്കുന്ന ആളുകളുണ്ട്. അതിൽ ചില ആളുകൾ മാത്രം വളരെ മോശപ്പെട്ട രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളിലുമുണ്ട് അവർക്ക് തന്നെ അപമാനമായിട്ടുള്ള ആളുകൾ എന്ന കാര്യം നമുക്കറിയാം. പുരുഷന്മാരിലും ഈ അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല. പുരുഷനായി ജനിച്ച് സ്ത്രീകളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന കുറെ ആണുങ്ങൾ. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇവിടെ പറയേണ്ടത് സ്ത്രീകൾ അപമാനിക്കുന്നുണ്ട് ഇവരെ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇന്നിപ്പോ കേരളത്തിന്റെ എന്തോ ഒരു സാധനത്തിന്റെ എന്തോ ഒരു പ്രസിഡന്റാക്കി ആക്കി വെച്ചിട്ടുള്ള ഒരാളുണ്ട്. അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. അതിന്റെ അടിയിൽ ഒരുപാട് അമ്മച്ചിമാരുടെ, പെങ്ങന്മാരുടെ, സഹോദരിമാരുടെ കമന്റ് ഉണ്ട്. ഞങ്ങളെ എന്തിനിങ്ങനെ അവഹേളിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ പെണ്ണാവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഉടുതുണി ഈ രീതിയിൽ ഇട്ട് നടക്കാനാണോ, അല്ലെങ്കിൽ അത് പറിച്ചു കളയാനാണോ എന്നാണ് അമ്മച്ചിമാർ ചോദിക്കുന്നത്. ജാസിയുടെ കാര്യത്തിൽ എനിക്കത് അങ്ങനെ പറയാനില്ല. കാരണം ജാസി ആ ഒരു രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് ഞാൻ അതിൽ കണ്ടിട്ടില്ല. ഈയിടെ എന്തോ ഒരു സാധനം ഇട്ട് ധരിക്കണം ഞാൻ കണ്ടല്ലാതെ ഇവര് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുന്നില്ല. ആ ഒരു കാര്യത്തിൽ ജാസി ഓക്കെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു ഉസ്താദ് ഒരു ചെറിയ ഒരു കാര്യം പറയുന്നുണ്ട്, ഒന്ന് കേട്ടോക്കാം. പിന്നെ ഇതൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയതാണ്. റസൂല് ശപിക്കപ്പെട്ട വർഗ്ഗമാണ് ട്രാൻസ്ജെൻഡേഴ്സ്, അല്ലെങ്കിൽ പെൺവേഷം കെട്ടുന്ന ആണുങ്ങളെയും ആൺവേഷം കെട്ടി നടക്കുന്ന പെൺകുട്ടികളും. ഒന്നാമതൊരു വേഷം കെട്ടല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. വേഷം കെട്ടല്ല എന്ന് ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉണ്ട്. അതിലേക്ക് മാറി ട്രീറ്റ്മെന്റ് ചെയ്ത്
പൂർണ്ണമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജെൻഡറിലേക്ക് എത്തുക. അതുവരെ വേഷം കെട്ട് തന്നെയാണിത്. പിന്നെ ഒരിക്കലും ഇത് റസൂല് ഒരിക്കലും ഒരാൾ ശപിച്ചിട്ടില്ല. റസൂല് എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരെയും സ്നേഹം കൊണ്ട് മൂടുന്ന വ്യക്തിയാണ്. അതുപോലെ പടച്ച റബ്ബിന്റെ ഓരോ സൃഷ്ടിയും പടച്ച റബ്ബ് അത്രയും ഹലാലാക്കിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് പഠിച്ചിട്ടുള്ളൂ. അതിന്റെ ഒരു സൃഷ്ടിയും പടച്ച റബ്ബ് കളിയാക്കില്ല, അല്ലെങ്കിൽ പടച്ച റബ്ബ് ശപിക്കുന്നില്ല. എല്ലാം ഹലാലാക്കിയിട്ട് എല്ലാം പൂർണ്ണതയിലേക്കാണ് പടച്ചു വിട്ടതെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ ആണിൽ നിന്നും പെണ്ണിലേക്ക് പോകുന്നു? വലിയ സംശയമാണ്. തീർച്ചയായിട്ടും അപ്പൊ അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ കാര്യമാണ് ശരിയെന്ന് പറയാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൂട്ടുപിടിച്ച് പറയുന്നത് അത് അത്രത്തോളം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സമുദായത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ അതിനെതിരെ കൃത്യമായിട്ട് കമന്റ് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ എനിക്ക് ഇനിയുള്ള ട്രാൻസ് കുട്ടിയോട് പറയുന്നത്, പലപ്പോഴും പല ആൾക്കാരും ഒരിക്കലും കുടുംബത്തിലൊക്കെ അവരെ ഒതുങ്ങി നിൽക്കുന്നത് ചിലപ്പോൾ ഈ പടച്ചറബ് ശപിക്കപ്പെട്ട വർഗത്തിലേക്ക് നീ പോവല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശപിക്കപ്പെട്ട വർഗം, അങ്ങനെ ഒരിക്കലും ഒരു കിതാബിലും പറയുന്നില്ല. പടച്ചറബ് പഠിച്ചിട്ടുണ്ടോ അത് അള്ളാന്റെ ഹലാലായ പടം തന്നെയാണ്. അള്ളാന്റെ ഹലാലായിട്ട് തന്നെയാണ് എല്ലാവരും പടച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ ആളല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പറയേണ്ടവര് കൃത്യമായി ആ ഒരു തെളിവ് അടിസ്ഥാനത്തിൽ പറയും. കേൾക്കാം. മോനുസേ, നിങ്ങൾ ആൺവേഷം കെട്ടുകയോ പെൺവേഷം കെട്ടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ. എന്നാൽ അത് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ദീനിന്റെ പേരിൽ കളവ് കെട്ടി ചമക്കേണ്ടതില്ല. നിങ്ങൾ ഒരു കിതാബിലും കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു കിതാബും കണ്ടിട്ടില്ല എന്നാണ് അതിനർത്ഥം, അല്ലാതെ കിതാബിലില്ല എന്നല്ല. അത് പിടിച്ചോ, സ്വഹീഹുൽ ബുഖാരിയിലെ 5885 ഹദീസ്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിന റജുലി ബിന്നിസായി വൽ മുതശബ്ബിഹാത്തി മിന നിസായി ബിറജുലി. ആൺവേഷം കെട്ടുന്ന ആണിനെ പോലെയാകുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന പെണ്ണിനെ പോലെയാകുന്ന ആണിനെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. കേട്ടില്ലേ? നമ്മളായിട്ട് പറയേണ്ടതായിട്ടില്ലല്ലോ. കൃത്യമായ രേഖകൾ അതാ അദ്ദേഹം പറയുന്നു. അങ്ങനെ പാടില്ല എന്നൊരു കാര്യം. പിന്നെ ഹൈന്ദവ മതത്തില് ഹിജഡ എന്ന ഒരു സംഭവം തന്നെ നമ്മുടെ രാജ്യത്തുണ്ട്. അവരെ ശരിക്ക് ട്രാൻസ് ആയിട്ട് ആരും പരിഗണിച്ചിട്ടില്ല. ഇവിടെ 2014 ശേഷമാണ് ഒരു നിയമം ഇങ്ങനെ കൃത്യമായിട്ട് പ്രാബല്യത്തിൽ വരുന്നത്. ഇവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത് ആദ്യമായിട്ട് കേരളമാണ് തോന്നുന്നു ഇവരെ നല്ല രീതിയിൽ ചേർത്ത് പിടിച്ചത്. പക്ഷെ ഇന്നും കേരളത്തിൽ തന്നെ ഇവരുടെ കുറച്ചാളുകൾ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്. ജാസിയ ഗണത്തിൽപ്പെടുന്നത് ആണെന്നല്ല ഞാൻ പറയുന്നത്. ജാസിയുടെ വസ്ത്രധാരണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ വസ്ത്രങ്ങൾ അവർ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടു, അത് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതൊക്കെ ചെറിയൊരു പ്രശ്നമായിട്ട് അത് മാത്രമേ എനിക്ക് കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിൽ വളരെ മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. പിന്നെ ഇവിടെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇന്റർവ്യൂകൾ കൊടുത്ത് ഇവരെ രീതിയിലുള്ള ആളുകൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പല ഇന്റർവ്യൂ നടത്തുന്ന ചാനലുകളും കൊടുക്കുന്നുണ്ട്. അതൊക്കെ സ്വന്തം ഫാമിലിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമ്മൾ പ്രതികരിക്കുക. അതുവരെ അവരങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കും. അതേ ആളുടെ വീട്ടിൽ അങ്ങനെ ഒരാൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. നമുക്കുണ്ടാകുന്ന മക്കള് അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് ആ രീതിയിൽ മുന്നോട്ട് പോകണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സ്വാതന്ത്ര്യമാണ് എന്താവണം എന്നുള്ളത്. പക്ഷേ ആൾമാറാട്ടം അത് ഒരു രാജ്യവും അംഗീകരിക്കുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ എൻ്റെ സമുദായം, എൻ്റെ മതം ഇത് ഓക്കെയാണെന്ന് പറഞ്ഞ് മറ്റുള്ള ആളുകളെ കൂടി തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു പാഠം കിട്ടുക തന്നെ വേണം. പിന്നെ ഒരു കാര്യം, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. എന്നാൽ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ കാണിക്കാൻ നിന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സപ്പോർട്ട് ചെയ്യുകയില്ല. ഏതുപോലെ മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മയും ഉപ്പയും ചിലപ്പോൾ അവരെ ചീത്ത പറയും, അല്ലെങ്കിൽ അവരെ 4 പൊട്ടിക്കും. ഇതൊന്നും അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അവർ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഇതും. ദീനിനെ കുറിച്ച് അറിവില്ല എങ്കിൽ വായ തുറക്കാതിരിക്കുക, അല്ലെങ്കിൽ പോയി പഠിക്കുക. അല്ലാതെ ഇതുപോലെ ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. തീർച്ചയായിട്ടും. പക്ഷെ എന്ത് ചെയ്യാനാ, പഠിക്കാൻ ഇനി കഴിയില്ല. പഠിത്തം അവരുടെ എല്ലാം കഴിഞ്ഞതാ. ഇനി അവർക്ക് ആഗ്രഹമുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ആൻഡ് പുതിയ സംഭവങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാ. ഇപ്പൊ ചില ആളുകളുണ്ട്, അതായത് ഞാൻ ഈ കല്യാണം കഴിച്ച് എനിക്ക് മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതിനുശേഷം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു പെണ്ണായി മാറിയത്, എൻ്റെ മനസ്സിൽ ഓൾറെഡി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിനെ നിങ്ങൾ ഏത് രീതിയിൽ അംഗീകരിക്കുക? ഞാൻ അംഗീകരിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നമ്മൾ തീരുമാനിക്കണം, മറ്റുള്ള ആളുകൾ തീരുമാനിക്കുന്ന രീതിയിൽ പോകാൻ പാടില്ല. അങ്ങനെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ തീരുമാനങ്ങൾ മാറ്റുമ്പോൾ നിങ്ങൾ ആദ്യം എടുത്ത ആ ഒരു തീരുമാനങ്ങളൊക്കെ തെറ്റായി ഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ജനിച്ചത് ആണാണെങ്കിൽ ആണായി തുടരുക, പെണ്ണാണെങ്കിൽ പെണ്ണായി തുടരുക. ആണായി ജനിച്ച് അവൻ പെണ്ണായി മാറുമ്പോൾ പെണ്ണിന് ഈ ആണിന്റെ കരുത്ത് കിട്ടുകയും ഈ പെണ്ണ് വേറൊരു ട്രാൻസിനെ വിവാഹം കഴിച്ച് അവനെ മർദ്ദിച്ച് കൊല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് രീതിയിലെടുക്കും?
അതായത് പെണ്ണായി വരുന്ന ഈ ആണുങ്ങൾക്ക് ആണിന്റെ കരുത്തുണ്ടാവും. ഏതോ ഒരു വാർത്ത ഇപ്പം അടുത്ത് ഇങ്ങനെ കറങ്ങിയിരുന്നു, ഒരു ട്രാൻസ് ഒരു മർദ്ദന മരണവും കാര്യങ്ങളൊക്കെ. നമ്മുടെ രാജ്യത്ത് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നടക്കുന്നുണ്ട് എന്ന ഒരു ബോധം നമ്മളെല്ലാവർക്കും വേണം. എന്തായാലും ജാസിയെ ഡീപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യുമായിരിക്കും. കാരണം അവർ കൃത്യമായ ഡാറ്റ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും, ആൾമാറാട്ടം. ഈ ആൾമാറാട്ടം എന്ന് പറയുന്ന കാര്യം അത് ഇന്ത്യയിലും തെറ്റാണെന്ന കാര്യം ഇവിടെ ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളോടും പെൺവേഷം കെട്ടുന്ന ആണുങ്ങളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നത് മാറ്റം വന്നില്ല എങ്കിൽ നിങ്ങൾ ആൾമാറാട്ടക്കാർ തന്നെയാണ് എന്ന ഒരു ബോധം ഉള്ളിൽ വെക്കുക. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെയൊക്കെ സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.